കാട്ടാക്കട എസ്.എൻ. ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി. ജില്ലാ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനം പൂട്ടി. കാട്ടാക്കടയിൽ തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ എസ്.എൻ. ട്രേഡേഴ്സിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. നിരവധി ചാക്കുകളിലായി 4ഓളം മുറികളിൽ അടുക്കി വെച്ചിരുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയത്. 6 മാസം മുൻപ് ഇതേ സ്ഥാപനത്തിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനയിൽ ഫൈൻ നൽകിയിരുന്നതാണ്. എന്നാൽ മുന്നിലുള്ള ഒറ്റമുറിക്കട മാത്രമാണ് അന്ന് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. ഇന്ന് സംഘത്തിന്റെ പരിശോധനയിലാണ് 3 കടമുറിയുടെ പിന്നിലെ വാതിലിന് ഉള്ളിലെ അകത്തേക്കുള്ള മറ്റു മുറികളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. രാത്രി കാലങ്ങളിലാണ് ഇവിടെ നിന്നും മറ്റു സ്ഥാപനങ്ങളിലേക്ക് കവറുകൾ കയറ്റി പോകുന്നതെന്നും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പരാതി അധികൃതർക്ക് ലഭിച്ചതായാണ് പറയുന്നത്. നിലവിൽ സ്ഥാപനം സീൽ ചെയ്ത് പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ പരിശോധന സംഘം സ്ഥാപനത്തിലെത്തി നിലവിൽ പിടികൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമാകും പിഴയും മറ്റു നടപടികളെക്കുറിച്ചും തീരുമാനിക്കുക എന്ന് സ്ക്വാഡ് ലീഡർ രാജേഷ് ജെ.കെ. പറഞ്ഞു. നെടുമങ്ങാട് ബ്ലോക്ക് ഇ.ഒ. അനിൽകുമാർ, ശുചിത്വ മിഷൻ ആർ.പി. ഗീത എസ്, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരായ പഞ്ചായത്ത് സെക്രട്ടറി മനോജ്, ക്ലർക്ക് അനൂപ്, എഫ്.ടി.മാരായ മണിക്കുട്ടൻ, യോനോ, ഹെൽത്ത് ഇൻസ്പെക്ടർ സേവിയർ തുടങ്ങിയവരും കാട്ടാക്കട പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. പൊങ്കാലയ്ക്കും ഗതാഗത